എല്ലാവർക്കും പുതിയൊരു മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ KW ഓപ്പറേറ്ററിന്റെ മോഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റംസ്. നിങ്ങൾ ഓൾറെഡി ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രോമാഗ്നറ്റിക്സും ഇലക്ട്രിസിറ്റി എല്ലാം ഒക്കെ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എല്ലാം പഠിച്ചത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഫണ്ടമെന്റൽസ് ഓഫ് AC വരുന്നത്. നമുക്കറിയാം ഇതിനകത്ത് നിന്ന് 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാൻ പാകത്തിനുള്ള ഒരു മോഡ്യൂൾ തന്നെയാണിത്. ഏത് ഡിഗ്രി ലെവൽ എക്സാം എടുത്തു നോക്കിയാലും അല്ലെങ്കിൽ ഓപ്പറേറ്റർ ലെവലോ ലൈൻമാൻ ലെവലോ അങ്ങനെയുള്ള എല്ലാ എക്സാംസ് എടുത്ത് നോക്കിയാലും ഇതിനകത്ത് നിന്ന് ബേസിക് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ എപ്പോഴും തന്നെ വരുന്നതാണ്. RMS എന്താണ്, ആവറേജ് വാല്യൂ എന്താണ്, അതേപോലെ സ്റ്റാർ ഡെൽറ്റ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എല്ലാം തന്നെ വരുന്നതാണ്. ഇതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഷോർട്ട് കട്ടുകൾ പഠിച്ചു വെക്കണം, അതേപോലെ കുറച്ച് സ്പീഡ് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇവിടെ സമയം പോകുന്നത്. നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴൊക്കെയാണ് കുറച്ച് സമയം പോകുന്നത്. ഈ ഒരു മോഡ്യൂളിന്റെ കേസിൽ കുറച്ചധികം ഇതിനകത്ത് നിന്ന് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്കിന്ന് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പക്ഷെ എന്നാൽ പോലും ഇതിലൊന്നും നമുക്ക് നമ്മൾ നന്നായിട്ട് തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കി പോയാൽ മാത്രമേ ഇത് പഠിക്കാൻ എളുപ്പം ഉണ്ടാകത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാനും ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമുള്ള ഒരു മോഡ്യൂളും ആണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഫസ്റ്റ് ക്ലാസ് ആണ്. വളരെ ബേസിക്കിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് AC വോൾട്ടേജ്, അതിന്റെ ഇക്വേഷൻ എന്താണ്, ബേസിക് ടേംസ്, RMS, ആവറേജ്, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, ഇതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും അതേപോലെ അതിന്റെ കുറച്ച് പ്രോബ്ലംസുകളും ആയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം AC വോൾട്ടേജ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലോട്ട് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് AC വോൾട്ടേജ് ആണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് അത് AC വോൾട്ടേജ് ആയത്? കാരണം അത് ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്ന വോൾട്ടേജ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ AC വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ AC കറണ്ട് എന്ന് പറയുന്നത്, ഓൾട്ടർനേറ്റീവ് കറണ്ട്. എന്താണ് ഈ ഓൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്? ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി, കറണ്ട് ആകാം, വോൾട്ടേജ് ആകാം, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് പീരിയോഡിക്കലി അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ടൈമിനനുസരിച്ച് മാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. സമയത്തിനനുസരിച്ച് അതിന്റെ ഷേപ്പും അതേപോലെ അതിന്റെ മാഗ്നിറ്റ്യൂഡും മാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്യുന്നത്, മാറുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ കറണ്ട് ആണെങ്കിൽ കറണ്ടിന്റെ വാല്യൂ ഓരോ ഇൻസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, അങ്ങനെ ഓരോ സെക്കൻഡിലെ വാല്യൂസ് എടുത്തു നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസുകളായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി മെഷീൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെഷീൻസ് എന്ന് പറയുന്നത് മോട്ടർ ഉണ്ട്, ജനറേറ്റർ ഉണ്ട്. ഇപ്പൊ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ജനറേറ്റേഴ്സ് ചെയ്യുന്നത്. ഇറ്റ് ജനറേറ്റ്സ്. അതെന്താ ജനറേറ്റ് ചെയ്യുന്നത്? വോൾട്ടേജിനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഒരു മെഷീൻ വോൾട്ടേജിനെ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ജനറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. ഇനി അത് ഒരു സൈനസോയിഡൽ AC വോൾട്ടേജ്, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിനെ ഓൾട്ടർനേറ്റേഴ്സ് എന്ന് പറയും. ഇപ്പൊ ജനറേറ്റർ ഓൾട്ടർനേറ്ററും തമ്മിലുള്ള വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. ജനറേറ്റർ ഒരു ഇലക്ട്രിക്കൽ വോൾട്ടേജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ആ ജനറേറ്റർ ഒരു സൈനസോയിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ വേവിന്റെ ഷേപ്പിലുള്ള വോൾട്ടേജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഈ സൈനസോയിഡൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു സൈനിന്റെ വേവ് അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോൾട്ടേജിന്റെ ഇക്വേഷൻ പറയുന്നത് V=Vm sin ωt എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ωtയുടെ വാല്യൂ മാറുന്ന അനുസരിച്ച് ഈ വോൾട്ടേജ് ഒരു സൈനിന്റെ വേവ് ഫോം ആയിരിക്കും അത് പകർത്തി എടുത്തു പോകുന്നത്. അതിനെയാണ് ഒരു സൈനസോയിഡൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു സൈനസോയിഡൽ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ അതിന് വേണ്ടിയിട്ട് 2-3 കാര്യങ്ങൾ വേണം.
ഒന്നെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് വേണം. മാഗ്നറ്റിക് ഫീൽഡ് വേണം. ഫസ്റ്റ് വൺ ഇസ് മാഗ്നറ്റിക് ഫീൽഡ് വേണം. പിന്നെ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് നമുക്കൊരു കണ്ടക്ടർ വെക്കണം. ദർ ഷുഡ് ബി എ കണ്ടക്ടർ. ഇനി ഈ കണ്ടക്ടർ മാത്രം വെച്ചാൽ പോരാ, പിന്നെ ആ കണ്ടക്ടറിൽ നിന്നുള്ള വോൾട്ടേജ് എടുക്കാൻ വേണ്ടിയിട്ട് ബ്രഷസും അതേപോലെ സ്പ്ലിറ്റ് റിംഗ് അറേഞ്ച്മെന്റും കാര്യങ്ങളെല്ലാം വേണം. സ്പ്ലിറ്റ് റിംഗ് അറേഞ്ച്മെന്റും കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ വേണം. അപ്പൊ എന്താണ് ഈ മാഗ്നറ്റിക് ഫീൽഡ്, എന്താണ് ഈ കണ്ടക്ടർ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഒരു പടം നോക്കാം. ഇവിടെ ഞാനൊരു പടം കാണിച്ചിട്ടുണ്ട്. ഈ പടത്തില് നോർത്ത് ആൻഡ് സൗത്ത് പോൾ എന്നും പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ മാഗ്നറ്റ് എന്ന് പറയുന്നത്. പെർമനന്റ് മാഗ്നറ്റ്സ് ആണ്. നോർത്തും സൗത്തും എന്നും പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ പെർമനന്റ് മാഗ്നറ്റ് ആണ്. അതിന് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ടാണ് അതിന് പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് എപ്പോഴും ഫ്ലക്സ് ലൈൻസ് പോകും. എന്താ ഈ ഫ്ലക്സ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് എപ്പോഴും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലക്സ് ലൈൻസ് അല്ലെങ്കിൽ ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. സോ ഫ്രം ദ നോർത്ത് പോൾ ടു ദ സൗത്ത് ദർ വിൽ ബി ഫ്ലക്സ് ട്രാവലിംഗ്. എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് മാത്രമേ ഫ്ലക്സുകൾ പാസ് ചെയ്യത്തുള്ളൂ. ആൻഡ് ഈ ഫ്ലക്സിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അവർ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി രണ്ട് രീതിയിൽ നമുക്ക് വോൾട്ടേജ് ഉണ്ടാക്കാൻ സാധിക്കും. ഒന്നെങ്കിൽ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നത്, അതായത് മാഗ്നറ്റ് അവിടെ വെറുതെ വെച്ചിട്ട്, സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കണ്ടക്ടറിനെ അതിനുള്ളിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് EMF വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ കണ്ടക്ടറിനെ സ്റ്റേഷനറി ആയി വെച്ചിട്ട് മാഗ്നറ്റിനെ കറക്കുകയാണെങ്കിലും നമുക്ക് എന്ത് സാധിക്കും? നമുക്ക് അവിടെ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഏറ്റവും എളുപ്പം ഈ പെർമനന്റ് മാഗ്നറ്റിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് കൂടുതലാണ് നമ്മുടെ പെർമനന്റ് മാഗ്നറ്റ്സിന്. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇനേർഷ്യയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം, ഈ ഫ്ലൈ വീല് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നല്ല വെയിറ്റ് ഉള്ള സാധനം ആയതുകൊണ്ട് ഇതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ ഇനേർഷ്യ കാരണം ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് EMF അല്ലെങ്കിൽ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ കണ്ടക്ടറിനെ റൊട്ടേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി ഈ കണ്ടക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു വയറാണ് എടുക്കുന്നത്. ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു വയറാണ് എടുക്കുന്നത്. വിച്ച് ഈസ് ഹാവിങ്, ഇതിനെ നമ്മൾ ABCD എന്ന് നമ്മൾ അതിനെ പേരിട്ട് വിളിക്കുകയാണ്. സോ ABCD എന്ന് പറയുന്ന ഒരു വയറാണ് നമ്മൾ എടുക്കുന്നത്. ഒരു കോപ്പർ വയറാണ് നമ്മൾ എടുക്കുന്നത്. അതിനെ നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഈ കോപ്പർ വയറിനെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് പ്രൈമോർ വെച്ചിട്ട് വേണമെങ്കിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. അപ്പം ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഇറ്റ് ഇസ് റൊട്ടേറ്റിംഗ് വിത്ത് എ വെലോസിറ്റി എന്താണ് പറയുന്നത്? V എന്നെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആംഗുലാർ വെലോസിറ്റി വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് എ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി ഓഫ് ഒമേഗ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലീനിയർ വെലോസിറ്റി ആണെങ്കിലാണ് നമ്മൾ V ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മളിവിടെ ആംഗുലർ വെലോസിറ്റി ഒമേഗ ആയിട്ട് നമ്മൾ അങ്ങ് കൺസിഡർ ചെയ്തു. ദർ ഇസ് നോ പ്രോബ്ലം. നമ്മൾ ലീനിയർ വെലോസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇക്വേഷനിൽ ചെറിയ മാറ്റം വരുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ആംഗുലർ വെലോസിറ്റി ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇപ്പൊ ആംഗുലർ വെലോസിറ്റി ഒമേഗയില് ഈ ഒരു കണ്ടക്ടർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ 2-3 ഇൻസ്റ്റൻസ് കൺസിഡർ ചെയ്യാണ്. നമുക്കൊരു 4 ഇൻസ്റ്റൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അറ്റ് എത്രയാണ്? ω t = 0, at ω t = 90 degree, and at ω t = 180 degree,
ആൻഡ് വേണമെങ്കിൽ ഒമേഗ ടി ഈക്വൽ ടു 270 എടുക്കാം. ആൻഡ് നമുക്ക് ഒമേഗ ടി ഈക്വൽ ടു 360 ഡിഗ്രി. ഇങ്ങനത്തെ ഒരു 5 ഇൻസ്റ്റൻസ് നമ്മൾ എടുക്കുകയാണ്. എപ്പോഴാണ് ഒമേഗ ടി 0 ആവുന്നത്? നമുക്കറിയാം, ഈ ഒരു കണ്ടക്ടർ എടുക്കുവാണെങ്കിൽ ഇതിനൊരു ആക്സിസ് ഉണ്ട്. ഇതാണ് ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത്. ഈ ആക്സിസ് എന്ന് പറയുന്നതിനോട് പാരലൽ ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ ആക്സിസിനോട് കോയിൻസൈഡ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു ഇൻസ്റ്റന്റ് എന്ന് പറയുന്നതാണ് ഒമേഗ ടി ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എക്സ് ആക്സിസുമായിട്ട് ഇപ്പൊ മീറ്റ് ചെയ്ത് നിൽക്കുന്നു. സോ ഇഫ് ദിസ് ഇസ് യുവർ വൈ ആക്സിസ്, ഇതായിരിക്കുമല്ലോ നമ്മുടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ എക്സ് ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആക്സിസ് ഓഫ് കണ്ടക്ടർ എന്ന് പറയുന്നത് പാരലൽ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒമേഗ ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇൻസ്റ്റന്റ് ആണ്. ഇനി എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ എക്സ് ആക്സിസിൽ കിടന്ന ഈ ഒമേഗ ടി ഈക്വൽ ടു 0യിൽ കിടന്ന കണ്ടക്ടറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ബൈ ആൻ ആംഗിൾ തീറ്റ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കണേ എന്നുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ ഒരു കാര്യം നോക്കുക, അറ്റ് ഒമേഗ ടി ഈക്വൽ ടു 0. അപ്പൊ ഇത് ഒമേഗ ടി ഈക്വൽ ടു 0യിലെ കണ്ടീഷനാണ്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ കണ്ടക്ടറും നമ്മുടെ ഫ്ലക്സ് ലൈൻസും എങ്ങനെയാണ് വരുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്, അല്ലെ? പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോഴത്തേക്കും അവിടെ എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ ഫ്ലക്സ് ഇഷ്ടംപോലെ പാസ് ചെയ്യും. ലോട്ട് ഓഫ് ഫ്ലക്സ് പാസിങ്, അല്ലെങ്കിൽ ഒത്തിരി ഫീൽഡ് ലൈൻസ് ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അവിടെ എന്തില്ല? ഡി ഫൈ ബൈ ഡി ടി ഇല്ല. എന്തിനായി ഡി ഫൈ ബൈ ഡി ടി, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇല്ല. എന്തിനാ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്? നമ്മൾ ഫാരഡേസ് ലോസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫാരഡേസ് ലോസ് അനുസരിച്ച് നമുക്ക് ഇ എം എഫ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി, ഓർ ഇ എം എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഫൈ ബൈ ഡി ടി എന്ന് പറയുന്നത്. അതായത് ടൈമിനനുസരിച്ച് ഫ്ലക്സ് വേരി ചെയ്യുന്നില്ലെങ്കിൽ ഇ എം എഫ് ഉണ്ടാവത്തില്ല. അപ്പൊ ഇൻസ്റ്റന്റ് 0യിൽ എന്താ സംഭവിക്കുന്നത്? ഫ്ലക്സ് ഇഷ്ടംപോലെ ഈ കണ്ടക്ടേഴ്സിലൂടെ ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇല്ല. അതായത് T1 ആൻഡ് T2 എന്ന് പറയുന്ന രണ്ട് സമയത്തിനിടയ്ക്ക് ഫ്ലക്സ് അവിടെ മാറുന്നില്ല. ഫ്ലക്സ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണ്. ഫ്ലക്സ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഡി ഫൈ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0, അല്ലെങ്കിൽ നമുക്ക് പറയാം മിനിമം ആണ്. അപ്പൊ ഡി ഫൈ ബൈ ഡി ടി മിനിമം ആണെങ്കിൽ ഇ എം എഫ് എന്തായിരിക്കും? ഇ എം എഫ് വിൽ ബി ഓൾസോ മിനിമം ഓർ 0 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മുടെ ഒമേഗ ടി ഈക്വൽ ടു 0 ഇൻസ്റ്റന്റില് നമുക്ക് അവിടെ എന്തുണ്ടാവത്തില്ല? ഇ എം എഫ് ഡെവലപ്പ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യത്തില്ല. ഓർ വി സേ ദാറ്റ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു 0. അത് ആ പടത്തിൽ എങ്ങനെയാ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ ഈ ഇ എം എഫിന്റെ 0 കണ്ടീഷനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ കണ്ടക്ടറിന്റെ ആക്സിസും ഫ്ലക്സിന്റെ ലൈൻസും എപ്പോഴും എങ്ങനെയായിരിക്കും? അറ്റ് ഒമേഗ ടി ഈക്വൽ ടു 0 ഇൻസ്റ്റന്റില് 90 ഡിഗ്രി ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫ്ലക്സ് ആൻഡ് ആക്സിസ് ആർ 90 ഡിഗ്രി അപ്പാർട്ട്, അല്ലെങ്കിൽ വ്യത്യാസമുണ്ട് അറ്റ് ഒമേഗ ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇഷ്ടംപോലെ ഫ്ലക്സുകളെല്ലാം ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ എന്ത് പറ്റുന്നില്ല? അവിടെ ഡി ഫൈ ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് അവിടെ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്താണ്? ഇ എം എഫ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അതനുസരിച്ച് നമ്മുടെ വേവ് ഫോമും കൂടി ഇന്ന് സ്കെച്ച് ചെയ്യുക. അപ്പൊ വേവ് ഫോം സ്കെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ 0, 90, 180, 270, 360 ഡിഗ്രി എന്ന് പറയുന്ന നമ്മൾ പോയിന്റുകൾ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ 0, 90, 180, 270, 360 എന്ന് പറയുന്ന ഓരോ ആക്സിസുകൾ മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു ഒമേഗ ടി ഈക്വൽ ടു 0യിൽ എന്താണ്? ഇ എം എഫ് എന്ന് പറയുന്നത് ഒന്നുമില്ല, അവിടെ എന്താണ്? 0 എന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഒമേഗ ടി ഈക്വൽ ടു 90 എന്ന് പറയുന്ന കേസ് എടുക്കുകയാണ്. ഒമേഗ ടി ഈക്വൽ ടു 90 ആകുന്ന കേസിൽ എന്താണ് പറ്റുന്നത്? ഈ ഒമേഗ ടി ഈക്വൽ ടു 90 ആകുമ്പോൾ ഈ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇതിങ്ങനെ പൊക്കത്തോട്ട് തിരിഞ്ഞ് വന്ന് എ ബി സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് പോളിനോട് സെയിം ആയിട്ട് അലൈൻ ചെയ്ത് വരും. ഇപ്പൊ ഇത് നോർത്ത് പോൾ ആണെങ്കിൽ എ ബി സൈഡ് ഇങ്ങനെ അലൈൻ ചെയ്ത് വരും. എ ബി ഇങ്ങനെ വരും, സി ഡി എന്ന് പറയുന്നത് ഇതിന്റെ താഴെയായിട്ടായിരിക്കും വരുന്നത്.
പടം അത്ര വൃത്തിയല്ല, എന്നാൽ ജസ്റ്റ് ഒരു റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. സി ഡി എന്ന് പറയുന്നത് അതിന്റെ താഴെ വരും. അപ്പൊ അവിടെ മേളില് എ ബി മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ അലൈൻ ചെയ്ത് വരുന്ന കണ്ടീഷനാണ്. ഇത് റൊട്ടേറ്റ് ചെയ്തു നോർത്തിന്റെയും ആ ഒരു സെയിം ഡയറക്ഷനിൽ തന്നെ നമ്മുടെ എ ബി അലൈൻ ചെയ്തു വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്താ? ഇവിടെ നോക്കിക്കേ, അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ എ ബിയുടെ തൊട്ട് താഴെയായിട്ടായിരിക്കും സി ഡി ഇരിക്കുന്നത്. നേരെ താഴത്തോട്ടാണ് വരുന്നത്, നേരെ താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ സി ഡി നമ്മളവിടെ റെപ്രസെന്റ് ചെയ്യുന്നില്ല, എ ബി മാത്രം റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ, ഇതിലൂടെ കുറച്ച് ഫ്ലക്സ് മാത്രമേ പാസ് ചെയ്തുള്ളൂ. ഈ ഒരു ഏരിയയിലുള്ള ഫ്ലക്സ് മാത്രമേ ഇതിലൂടെ കട്ട് ചെയ്ത് പോകുന്നുള്ളൂ. കൂടുതൽ ഫ്ലക്സ് ഇതിലൂടെ പാസ് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഫ്ലക്സ് വളരെ കുറവാണ് പാസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്താണെന്നറിയോ, അവിടെ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് അവിടെ കൂടുതലാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ പോർഷൻ ഇവിടെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പം ഇവിടത്തെയും ഫ്ലക്സുകൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് മാക്സിമം ആണ്, ഓർ ഹൈ വാല്യൂ ആണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഹൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഇ എം എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. അതിന്റെ റീസൺ ആണ്, നമ്മൾ ആ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പം ആ ഒരു ഫ്ലക്സ് ലൈൻസിനോട് പാരലൽ ആയിട്ട് വരുമ്പോൾ ടൈമിനനുസരിച്ച് അവിടെ നല്ല വേരിയേഷൻ ഓഫ് ഫ്ലക്സ് നമുക്ക് അവിടെ പീക്കിൽ നമുക്ക് അവിടെ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് d5/dt മാക്സിമം ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ്? 90 ഡിഗ്രിയിൽ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നു. സോ ദിസ് ഇസ് ഇ എം എന്ന് പറയുന്ന ഒരു വാല്യൂ, മാക്സിമം ഇ എം എഫ് എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ 90 ഡിഗ്രിയിൽ മാക്സിമം ആണ്. ഇനി നേരെ തിരിച്ച് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. നേരെ നിന്നതിനെ നമ്മൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് 180 ഡിഗ്രി ആകുമ്പോഴത്തേക്കും എ ബി എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡിൽ വരും, സി ഡി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലോട്ടും പോകും. അപ്പൊ ഇത് നേരെ തിരിച്ചു വരും. എ ബി ഇവിടെ കണ്ടോ, ആദ്യത്തെ ഇൻസ്റ്റന്റിൽ എ മേളിലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഇൻസ്റ്റന്റിൽ എ എവിടെ വന്നു? നേരെ തിരിച്ച് താഴത്തോട്ട് വന്നു, നേരെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് വന്നു. അങ്ങനെ വരുമ്പോഴും എഗെയിൻ സെയിം ഇൻസ്റ്റന്റ് ആണ്, പാരലൽ ആയിട്ടാണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഫ്ലക്സ് കൂടുതൽ പാസ് ചെയ്യും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് അവിടെ കുറവാണ്. സോ ദ ഇ എം എഫ് ഇസ് ഓൾസോ 0. അപ്പൊ നമുക്ക് 180 ഡിഗ്രിയിൽ 0 കിട്ടുന്നു. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 0, 90, 180 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ എന്തായി? 0യിൽ നിന്നും ഹൈ ആയി, വീണ്ടും അത് ഇ എം എഫ് എന്തായി? 0യിലോട്ട് പോയി. ഇനി എഗെയിൻ നമ്മൾ ഇതിനെ 180 ഡിഗ്രിയിൽ നിന്ന് വീണ്ടും ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മളുടെ സെക്കൻഡ് ഇൻസ്റ്റന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വന്നു. അപ്പൊ എന്താ പറ്റുന്നത്? അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ്ഡ് ആയി. അല്ലെങ്കിൽ എന്താ പറയുന്നത്? ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന, നേരത്തെ പോസിറ്റീവ് വോൾട്ടേജ് ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇനി ഇൻഡ്യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയിലിന്റെ ഡയറക്ഷൻ റിവേഴ്സ്ഡ് ആയി. ഇപ്പൊ എ ബി എന്ന് പറഞ്ഞ് നേരത്തെ ഇരുന്ന കോയിൽ ഇപ്പൊ ബി എ എന്ന് പറയുന്ന ഡയറക്ഷനിലോട്ട് റിവേഴ്സ്ഡ് ആയി. ഇപ്പൊ റിവേഴ്സ്ഡ് ആകുമ്പം കോയിലിന്റെ ഡയറക്ഷൻ റിവേഴ്സ്ഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ്ഡ് ആവും. അതനുസരിച്ച് അവിടുത്തെ വോൾട്ടേജ് എന്താവും? റിവേഴ്സ്ഡ് ആവും. അപ്പൊ നമുക്ക് എന്ത് പറയാം? 0 to 180 ഡിഗ്രി വരെ നമുക്കൊരു പോസിറ്റീവ് വോൾട്ടേജ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം എന്ത് പറ്റി? അതിനുശേഷം അത് നേരെ തിരിയാൻ തുടങ്ങി, നേരെ തിരിഞ്ഞ് മാക്സിമത്തിലെത്തി വീണ്ടും അത് 0യിലോട്ട് എത്തും. അപ്പൊ ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ആദ്യമേ ഒരു ക്വാണ്ടിറ്റി 0യിൽ നിന്ന് കൂടി കൂടി മാക്സിമത്തിലെത്തി, വീണ്ടും അത് മാക്സിമത്തിൽ നിന്ന് കുറഞ്ഞ് അത് 0യിലെത്തി, വീണ്ടും അത് 0യിൽ നിന്ന് നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടി മാക്സിമത്തിലെത്തി, വീണ്ടും കുറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഓരോ സമയത്തിനനുസരിച്ച് ഡിഫറെന്റ് വാല്യൂസ് തരികയും പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് മാറി മറിയുകയും ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി, എന്ത് ക്വാണ്ടിറ്റി എവിടെ ജനറേറ്റ് ചെയ്തത്? വോൾട്ടേജിനെയാണ് നമ്മൾ ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ദിസ് ഈസ് യുവർ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് നമ്മൾ ഇതിനെ പേര് വിളിക്കും. ഇനി ഈ വോൾട്ടേജിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ABCD എന്ന് പറയുന്ന കോയില് ഇത് ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഒമേഗ അല്ലെങ്കിൽ വെലോസിറ്റിക്ക് രണ്ട് കമ്പോണൻസ് അല്ലെങ്കിൽ
ഇവിടെ ഒമേഗയ്ക്ക് രണ്ട് കമ്പോണൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു സൈൻ കമ്പോണന്റും ഉണ്ടാവും, ഒരു കോസ് കമ്പോണന്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഫ്ലക്സ് ആണ് മാറുന്നതെന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ ഫ്ലക്സിന് രണ്ട് കമ്പോണന്റ് ഉണ്ടാവും, ഒരു കോസ് കമ്പോണന്റ് ഉണ്ടാവും, ഒരു സൈൻ കമ്പോണന്റ്. അതായത് ഒരു വെർട്ടിക്കൽ കമ്പോണന്റും ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട് എന്നുള്ള അർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും EMFന്റെ ഇക്വേഷൻ എന്താ? E is equal to, by Faraday's law, EMFന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് -N d∅/dt ആണ്. ബൈ ഫാരഡേസ് ലോസ് അനുസരിച്ചുള്ള ഇക്വേഷൻ ആണ്. ഫാരഡേസ് ലോസ് അനുസരിച്ചുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഈ എഴുതിയത്. ഇതില് N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്, ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്, d∅/dt എന്ന് പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്. ഇനി ഒരു കോയിൽ അതൊരു തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുമ്പം അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് വിൽ ബി φm cos ωt ആയിരിക്കും. അതായത് കോസ് കമ്പോണന്റ് മാത്രമാണ് നമുക്ക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സൈൻ കമ്പോണന്റ് എന്ന് പറയുന്നത് നമുക്ക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഇതിന്റെ ഡീറ്റെയിലോട്ടൊന്നും പോകണ്ട, നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് ഡെറൈവ് ചെയ്തെടുത്താൽ മാത്രം മതി, ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതില്ലാതെ ഒത്തിരി ഡെപ്തിലോട്ട് നമുക്കത് ആവശ്യമില്ല. അപ്പൊ ഇത് നമ്മൾ ഇക്വേഷനിലോട്ട് ഫൈ എന്ന് പറയുന്നതിന് പകരം φm cos ωt ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? E is equal to -N d/dt of φm cos ωt ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ dt വെച്ചിട്ടാണ്, ടൈം വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ φm കോൺസ്റ്റന്റ് ആണ്. φmനെ നമുക്ക് വെളിയിലോട്ട് ഇടയ്ക്ക് എഴുതാം, -N φm cos ωt. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് d/dt ഓഫ് cos t എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? സൈൻ t ആണ് വരുന്നത്. ഇവിടെ ωt ആകുമ്പോ എന്ത് വരും? -sin ωt വരും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ -N φm ഇൻറ്റു ഒമേഗ. കാര്യം ഇവിടെ dt മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു എക്സ്ട്രാ ടേം ഒമേഗ വരുന്നുണ്ട്. ആ ഒമേഗ വെച്ച് നമ്മൾ ഇപ്പൊ ഇങ്ങനെയാണ് d/dt ഓഫ് cos a t ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതുന്നത്? -a ഇൻറ്റു സൈൻ at എന്നാണ് എഴുതുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഒമേഗ ടി വന്നുകൊണ്ട് -N φm ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്കറിയാം -N φm ഒമേഗ സൈൻ ഒമേഗ ടി. ഇനി ഈ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ബേസിസിൽ നമുക്ക് എഴുതാം, ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. അപ്പൊ ഈ φmന് പകരം നമ്മൾ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. P is equal to -N ഒമേഗ Bm A ഇൻറ്റു സൈൻ ഒമേഗ ടി, വേർ A എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ആണ്. ആൻഡ് ഇതിനെ നമുക്കൊരു കോൺസ്റ്റന്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ആൻഡ് ദ കോൺസ്റ്റന്റ് ഇസ് EM, maximum EMF. So E is equal to -EM sin omega t ആണ്. മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇനെ നമുക്ക് എങ്ങനെ എഴുതാം? E is equal to EM sin omega t എന്ന് എഴുതാം. So that is the EMF equation of a alternating quantity എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കമ്പോണന്റുകൾ ഉണ്ട്. ഒന്ന് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്, ഒന്ന് ഇതിന്റെ ഫേസ്. ഈ എം അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിന്റെ മാക്സിമം വാല്യൂ, അതിന് എത്ര വാല്യൂ വരെ എത്തിപ്പെടാൻ സാധിക്കും, അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി അതിനെ എന്തുകൊണ്ട് നമ്മൾ ഈ എം എന്ന് റെപ്രസെന്റ് ചെയ്തു? ഇ എന്ന് എഴുതി കൂടായിരുന്നു? ഈ എം റെപ്രസെന്റ് ചെയ്യുന്നത് മാക്സിമം വാല്യൂവിനെയാണ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ ഈ എം എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഒമേഗ ടി എന്ന് പറയുന്നത് ഫേസിനെയാണ്. അത് എത്ര ഡിഗ്രിയിലാണ് നമുക്ക് മാക്സിമം കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ഡിഗ്രിയിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഫേസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് ഒരു വോൾട്ടേജ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? E is equal to അല്ലെങ്കിൽ I is equal to maximum value into sin of omega t. ഫേസിനെ എങ്ങനെയാണോ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? സൈൻ ഒമേഗ ടി ആണെങ്കിൽ ഒമേഗ ടി ആയിട്ട് എഴുതാം. അപ്പൊ I is equal to Im sin omega t.
അതിൽ IM എന്ന് പറയുന്നതാണ് ഇതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ അത്ര മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് നമുക്ക് ഈ ഒരു വേവ് ഫോമിനെ നമ്മൾ പടമായിട്ട് വേവ് ഫോം ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം വേവ് ഫോം എന്താണ്? വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരാമീറ്ററിന്റെ കറണ്ട് ആകാം, വോൾട്ടേജ് ആകാം, അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ ഓരോന്നും മാർക്ക് ചെയ്ത് ടൈമിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരയ്ക്കുന്നതിനെയാണ്, പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ വേവ് ഫോം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ പറഞ്ഞായിരുന്നു, ഇപ്പം E=EM sin ωt ആന്ന് പറഞ്ഞു. അപ്പൊ നമ്മളോട് പറയുകയാണ് EM = 10 ആണ്. അതിന് മാക്സിമം എത്താൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 ആണെങ്കിൽ ഈയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? E=10 sin ωt എന്ന് എഴുതാം. ഇനി നമ്മളോട് പറയാണ് ωt എന്ന് പറയുന്നത് ഓരോ ഡിഗ്രി ആയിട്ട് മാറുകയാണ്. അറ്റ് ωt = 1 ഡിഗ്രി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? E=10 sin 1. ഇനി 2 ഡിഗ്രി ആകുമ്പോൾ എന്ത് വരും? 10 sin 2. ഈ ഡിഗ്രിയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. E=10 sin 3. ഇങ്ങനെ. അപ്പൊ ഈ ഓരോ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യും? 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി എന്നുള്ള, ഇപ്പൊ 1 ഡിഗ്രിയിൽ എത്രയാണ് വാല്യൂ? ഒരു വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കുക. 2 ഡിഗ്രിയിൽ എത്രയാണ് വാല്യൂ? ഒരു വാല്യൂ കിട്ടി. 3 ഡിഗ്രിയിൽ എത്രയാണ്? അങ്ങനെ ഓരോ വാല്യൂസ് കിട്ടുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വേവ് ഫോം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസിയാണ്, ആംഗുലാർ വെലോസിറ്റി ആണ്. ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒമേഗ = 2πf. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ജനറലി ഇന്ത്യയുടെ കേസിൽ 50 ഹെർട്സ് ആണ്, ഔട്ട്സൈഡ് ഒക്കെ ആണെങ്കിൽ 60 ഹെർട്സ് ആണ്. അപ്പൊ ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. ഇപ്പൊ ഒമേഗ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെങ്കിൽ ഒമേഗ എന്ത് വരും? 2 × π × 50, അതായത് 2 × 3.14 × 50 ആണ് വരുന്നത്. അപ്പൊ 100 × 314 ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ωt = 1 ഡിഗ്രി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ × ടിയുടെ വാല്യൂ 1 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഈ ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമേഗ = 2πf വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. സോ ഇതാണ് വേവ് ഫോം എന്ന് പറയുന്നത്. ഇനി എന്താണ് ടൈം പീരീഡ് എന്ന് പറയുക? ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ റെപ്രസെന്റ് ചെയ്ത ഒരു വേവ് ഫോം ഉണ്ടല്ലേ, ആ വേവ് ഫോം തുടക്കം തൊട്ട് അവസാനിക്കുന്നത് വരെയുള്ള ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ T1 T2 തമ്മിലുള്ള ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. T1 എന്ന് പറയുന്നത് എന്താ? ഈ വേവ് ഫോം ഇവിടുന്ന് തുടങ്ങി 0-ൽ വന്നു, ഇപ്പൊ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളേ കഴിഞ്ഞുള്ളൂ. അപ്പൊ വീണ്ടും ഒരു നെഗറ്റീവും കൂടെ കഴിഞ്ഞാലേ ഇത് പൂർണ്ണമാകത്തുള്ളൂ. അപ്പം ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കഴിഞ്ഞ് എപ്പോഴാണോ തിരിച്ചു വരുന്നത് അത് തമ്മിലുള്ള സമയവ്യത്യാസത്തിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എത്ര സീറോ ക്രോസിംഗ് വന്നു നോക്കിക്കേ. നീഡ് 2 സീറോ ക്രോസിംഗ്, 2 സീറോ ക്രോസ് ചെയ്ത് വരണം. എന്നാൽ മാത്രമേ, അതായത് സീറോ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറോയുടെ വാല്യൂ 2 പ്രാവശ്യം ഇവിടെ ക്രോസ് ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 2 സീറോ ക്രോസിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് ടി എന്ന് പറയുന്നത്. ഇനി ടൈം പീരീഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താ? T = 1/f ആണ്. അപ്പൊ ഫ്രീക്വൻസി എന്താണോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീക്വൻസി 150 ആണെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്ര വരും? 1/50 ആയിരിക്കും വരുന്നത്. അതായത് 20 മില്ലി സെക്കൻഡ് ആയിരിക്കും നമുക്ക് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ 20 മില്ലി സെക്കൻഡ് കൊണ്ട് എന്തായിരിക്കും സംഭവിക്കുന്നത്? 20 മില്ലി സെക്കൻഡ് കൊണ്ട് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞ് ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളിലോട്ട് നമ്മുടെ വേവ് ഫോം കംപ്ലീറ്റ് ചെയ്ത് വരുന്നു. അതായത് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് വീണ്ടും 0-ലോട്ട് എത്തുന്ന ഒരു സമയത്തിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 1 ഫുൾ സൈക്കിൾ, അതായത് 1 ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണെങ്കിൽ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കംപ്ലീറ്റ് ആയിട്ട് കഴിയാൻ നമ്മൾ എന്തോരം സമയം എടുക്കുന്നു അതിനെയാണ് ടൈം പീരിയഡ് എന്ന് പറയുന്നത്. ഇനി ഒരു ക്വാണ്ടിറ്റിക്ക് ഇപ്പം നെഗറ്റീവ് സൈക്കിൾ ഇല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും അതിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത്? സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു വേവ് ഫോം വരയ്ക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു വേവ് ഫോം ആണ് വരുന്നത്. ഇതിവിടെ പൈ, 2π, 3π, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഇവിടെ എന്താണ് നമുക്കുള്ളത്? ഇവിടെ നമുക്ക് ആകെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഉള്ളൂ, നെഗറ്റീവിലോട്ട് ഇത് പോകുന്നില്ല. ഇപ്പൊ 2 സീറോ ക്രോസിംഗ് എന്ന് വെച്ചാൽ ഇതൊരു സീറോ ക്രോസിംഗ് ആണ്, ഇത് ഒരു സീറോ ക്രോസിംഗ് ആണ്. ഇപ്പൊ ഒരു ഒറ്റ സൈക്കിൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം എടുത്താൽ മതി. അപ്പൊ ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരൊറ്റ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. അതായത് എന്താ, 0 തൊട്ട് π വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ, അതായത് ഈ 0 തൊട്ട് π വരെ എന്താ സംഭവിച്ചത്? നമ്മുടെ വേവ് ഫോം 0യിൽ നിന്ന് 5-ലെത്തി, വീണ്ടും 0-ലെത്തി. അതേപോലെ തന്നെയല്ലേ π തൊട്ട് 2π തൊട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വേവ് ഫോം വീണ്ടും അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നത് എപ്പത്തൊട്ടാണോ അതാണ് അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഒരു പോസിറ്റീവോ നെഗറ്റീവ് ഹാഫ് സൈക്കിളോ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യണം. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇല്ല എങ്കിൽ ഒരൊറ്റ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യണം. ഇനി അഥവാ നമുക്ക് നെഗറ്റീവ് സൈക്കിൾ മാത്രമേ ഉള്ളെങ്കിൽ നെഗറ്റീവ് സൈക്കിൾ വെച്ചിട്ടുള്ള വേവ് ഫോംസ് വരയ്ക്കാം. ഇങ്ങനെയുള്ള വേവ് ഫോംസ് ആണെങ്കിൽ ഒരൊറ്റ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയത്തിനാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇനി വേറെ ടൈപ്പ് വേവ് ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു വേവ് ഫോം വരാം. ഇത് ഒരു വേവ് ഫോം ആണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 0, 1, 2, 3 ഇതിങ്ങനെ പോവാണ്. എങ്ങനെയാ ഒന്നുകൂടെ ഞാനൊന്ന് വരയ്ക്കാം, കുറച്ചും കൂടി ക്ലിയർ ആയിട്ടൊന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു. ഇതാണ് നമ്മുടെ വേവ് ഫോം. അതായത് ഒരു പൾസ് പോലെ പോവുകയാണ്. ഇത് 1, 2, 3, 4, 5, 0, 1, 2, 3, 4. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്തായിരിക്കും ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈം തൊട്ട് ഏത് ടൈം വരെ ആയിരിക്കും? ഒന്ന് നിങ്ങൾക്ക് പറയാമെങ്കിൽ അങ്ങനെ പറയാം, ഞാനൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഏത് തൊട്ട് ഏത് വരെ ആയിരിക്കും? ആർക്കെങ്കിലും പറയാമോ? ഓക്കെ, 2 വരെയാണോ? 0 to 1 തെറ്റാണ്. 0 തൊട്ട് 2 വരെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതിന്റെ കാരണം എന്താണ്? ഇവിടെ നോക്കിക്കേ, ഇവിടെ 0 തൊട്ട് 1 വരെ അതിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ഇതിന് നമ്മൾ 5 വോൾട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. 5 വോൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ 1 തൊട്ട് 2 വരെ അതിന് എന്ത് പറ്റി? 0 വോൾട്ടായി മാറി. വീണ്ടും അത് 2 എത്തിയപ്പോ 2 സെക്കൻഡിലോട്ട് എത്തിയപ്പം വീണ്ടും അത് 5 വോൾട്ടായി. 3-ാമത്തെ സെക്കൻഡിൽ വീണ്ടും അതെന്തായി? 0 മാറി. അപ്പൊ ഈ വേവ് ഫോമിന്റെ ശരിക്കുള്ള ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പിന്നെ ഒരു 0യുമാണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ വേവ് ഫോം വരുന്നത്. അത്രയും സമയമാണ് അവരുടെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. പിടികിട്ടിയോ പറയുന്നത്? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 0 തൊട്ട് 2 വരെ വരും. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ വരാം? ഒരു പോസിറ്റീവ് നെഗറ്റീവ് വരാം, പോസിറ്റീവ് മാത്രം വരാം, നെഗറ്റീവ് മാത്രം വരാം, പിന്നെ എങ്ങനെ വരാം? പോസിറ്റീവും 0 മാഗ്നിറ്റ്യൂഡ് ആയിട്ട് വരാം. വേറൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇതും ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ π, 2π, 3π, 4π. ഇവിടെ എത്രയായിരിക്കും ടൈം പീരീഡ് എന്നൊന്ന് പറയാമോ? ഇത് മാക്സിമം വാല്യൂ ലെറ്റ് ഇറ്റ് ബി 5 തന്നെ എടുക്കുകയാണ്. ടൈം പീരീഡ് എത്രയായിരിക്കും വരുന്നത്? 2π ആണ്. അത് കറക്റ്റ് ആണ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. അപ്പം ഇവിടെ 0യിൽ നിന്ന് മാക്സിമം എത്തി, വീണ്ടും 0യിൽ എത്തി, പിന്നെ അത് കുറച്ചു നേരം 0യിൽ തന്നെ നിന്നു. അത് കഴിഞ്ഞാണ് വീണ്ടും അത് 0യിലോട്ട് കയറിയത്. അപ്പൊ അത് വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ ടൈം പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ടൈം പീരീഡ് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കാൽക്കുലേഷൻസും RMS ആവറേജ് ഒക്കെ ചെയ്യുമ്പോഴേ ഈ ടൈം പീരീഡിൽ ആണ് നമ്മളെല്ലാം കാര്യങ്ങളും ഇരിക്കുന്നത്. ടൈം പീരീഡ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂസ് എല്ലാം എടുക്കുന്നത് തെറ്റിപ്പോകും.
താങ്ക് യു.